പടം കൊള്ളാം, നൈസാണ്. പക്ഷെ അത് പടം ഭയങ്കര ലാഗാണ്. എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. അതിനകത്ത് നായകനായിട്ട് അഭിനയിച്ച വിജയകുമാറിൻ്റെ കിടിലൻ പെർഫോമൻസാണ്. പിന്നെ ക്യാമറ, എഡിറ്റിങ്, ഡയറക്ഷൻ ഇതെല്ലാം കിടിലമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ മേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല വയലൻസ് ഉണ്ട്. ദൈവം ഇത് വയലൻസ് ഇഷ്ടമില്ലാത്തൊരാരും ദൈവം ഈ പടത്തിന് പോകാതിരിക്കുക. നല്ല വയലൻസ്, അമ്മാതിരി വയലൻസ് ഉണ്ട്. ഫൈറ്റൊക്കെ ആണെങ്കിൽ വേറെ ലെവൽ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള ആക്ടർ വിജയകുമാറിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആൾ ഇതുവരെ ചെയ്തതിൽ നിന്നും കുറച്ചും കൂടി ഡിഫറൻസ് ആയിട്ടാണ് പടം ചെയ്തു വെച്ചത്. പിന്നെ ലൊക്കേഷൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആയതുകൊണ്ട് മസ്റ്ററും വന്ന് കണ്ടത് ഈ പടം ലൊക്കേഷൻ പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വയലൻസ് ആണ് പടം. നിങ്ങൾക്ക് വേറെ ഒരു നിങ്ങളെ ഇഷ്ടം പോയി കാണാതിരിക്കുക. ആൾക്ക് വലിയ പെർഫോമൻസ് ഇല്ല, ആകെ കുറച്ച് സീൻസേ ഉള്ളൂ. ആൾ വന്ന സീൻസൊക്കെ പൊളിയായിരുന്നു. ലവ് സീനൊക്കെ ഭയങ്കര സീനാണ്, രസമുണ്ട് കാണാൻ. നല്ല കിട്ടിലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ലോകേഷ് സ്ഥിരം ചെയ്യുന്നത് ലോകേഷിൻ്റെ പ്രൊഡക്ഷനും തമ്മിൽ ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. ഇത് ലോകേഷിൻ്റെ പടമല്ല, ലോകേഷ് പ്രൊഡക്ഷൻ ചെയ്തെന്നുള്ളൂ. പക്ഷെ ആളുടെ പടം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആളുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ ഡയറക്ഷൻ ചെയ്തതാണ്, ആളുടെ പടമാണ്. പക്ഷെ പ്രൊഡക്ഷൻ സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഫുൾ മാസ് വയലൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പം ഫൈറ്റ് ക്ലബ്ബ് മൂവി കണ്ടു, കുഴപ്പമില്ല, മൂവി രസമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വടച്ചെന്നൈ എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലൈറ്റർ വേർഷനാണ്. പിന്നെ വിജയകുമാർ എന്ന് പറയുന്ന എനിക്ക് വന്ന ന്യൂ ഫേസ് ആണ്. പുള്ളിയുടെ പെർഫോമൻസും നല്ല രസമുണ്ട്. പിന്നെ റോ ആക്ഷൻ സീക്വൻസുകൾ, പിന്നെ ഈ ഗ്യാങ് വാറുകൾ, പൊളിറ്റിക്കൽ ഫ്രിക്ഷൻ, ഇതൊക്കെയാണ് മൂവി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലോകേഷ് പ്രസൻസ് എന്ന് പറയുമ്പോഴാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മൂവി കാണാൻ വന്നത്. ഡിസപ്പോയിൻറ്റഡ് അല്ല. ആക്ഷൻ സീക്വൻസുകളൊക്കെ ഭയങ്കര റോ ആണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് A-certified ആണെന്ന് തോന്നുന്നു. പക്ഷേ യങ്സ്റ്റേഴ്സിനൊക്കെ വന്നിരുന്ന് കാണാൻ ഒരു എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ലവ് സീൻസ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മലയാളി ആക്ട്രസ് ആണെന്ന് തോന്നുന്നു, മോനിഷ ആണ് ഒരു പെയറായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തോ മലയാളം സോങ് സീക്വൻസുകളാണ് ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ കോമ്പിനേഷൻ സീൻസിലൊക്കെ പ്ലേ ആവുന്നത്. അങ്ങനെ ലവ് അല്ല, ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ ഫ്രിക്ഷൻ, രണ്ട് പാർട്ടീസ്, രണ്ട് ഗ്യാങ്സ്, അതൊക്കെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പകുതി ആനുവല്, കുറച്ച് സുബ്രഹ്മണ്യപുരം. തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരു കാലത്ത് ഒരു ചരിത്രം ഉണ്ടാക്കിയ ഒരു പടമാണ് സുബ്രഹ്മണ്യപുരം. ആ സുബ്രഹ്മണ്യപുരത്തിൽ അന്ന് ആ കാലഘട്ടത്തിൽ അന്നത്തെ സിനിമയ്ക്ക് വ്യത്യസ്തമായിട്ട് ഒരുപാട് ശശികുമാറിനെ പോലെയുള്ള ഒരുപാട് നടന്മാരെ എല്ലാം നമുക്ക് ഈ തമിഴ് ഇൻഡസ്ട്രിക്ക് കിട്ടുക. ഈ പടത്തിൽ അറിയപ്പെടാത്ത ഒരുപാട് താരങ്ങൾ, ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ട് നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സംവിധായകൻ്റെ മികവാണ്. അതിൻ്റെ എഡിറ്റിങ്ങിലും സംവിധാനത്തിലും അദ്ദേഹം കാണിച്ച ബാക്ക്ഗ്രൗണ്ടിലെല്ലാം അദ്ദേഹം കാണിച്ച ആ മികവെന്ന് എടുത്ത് പറയാൻ പറ്റും. ഇതിനകത്ത് വയലൻസ് ഉണ്ടെങ്കിൽ പോലും അമിതമായിട്ട് ചോര ഒഴുക്കാതെ വയലൻസ് ചിത്രീകരിക്കാനായിട്ട് ഇതിൻ്റെ സംവിധാനം കഴിഞ്ഞിട്ടുണ്ട്. ഒരു നിമിഷം പോലും എന്നെ സംബന്ധിച്ച് പറയുകയും എൻ്റെ ഹാർട്ട് ബീറ്റിംഗ് ഒക്കെ ഒരുപാട് കൂട്ടിയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിൽ സപ്പോർട്ടിങ് ആക്ടേഴ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ നാളെ തമിഴ് സിനിമയ്ക്ക് നല്ലൊരു പ്രതീക്ഷ പുലർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് എല്ലാം നടന്നേക്കുന്നത്. ഏതായാലും വയലൻസ് ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം ഈ പടം നന്നായിരിക്കും. അത് തമിഴ്നാട്ടിൽ ഈ പടം നല്ല രീതിയിൽ ഓടാൻ സാധ്യതയുണ്ട്. സാധാരണക്കാരായ ആൾക്കാർ ഈ സിനിമ തമിഴ്നാട്ടിൽ ഏറ്റെടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.